ഞങ്ങളുടെ ഊർജ്ജസ്വലമായ യൂട്യൂബ് സങ്കേതത്തിലേക്ക് സ്വാഗതം. എതിരാളിയുടെ ദുർബലമായ ഭാഗത്തെ ശത്രു ആക്രമിക്കുന്നത് സ്വാഭാവികമാണ്. ചാണക്യൻ 1. പ്രയോജനം നേടുന്നതിന് കേടുപാടുകൾ ചൂഷണം ചെയ്യുക, വിജയം കൈവരിക്കുന്നതിന് ബലഹീനതകൾ തിരിച്ചറിയുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം ഈ ഉദ്ധരണി എടുത്തുകാണിക്കുന്നു. ഏത് മത്സര സാഹചര്യത്തിലും നിങ്ങളുടെ എതിരാളിയുടെ ശക്തിയും ബലഹീനതയും മനസ്സിലാക്കുന്നത് നിർണായകമാണ്. അവരുടെ ദുർബലമായ പോയിന്റുകൾ ആക്രമിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കാര്യമായ നേട്ടം നേടാകും. 2. തന്ത്രപരമായ ചിന്തയും ആസൂത്രണവും. ഈ ഉദ്ധരണി തന്ത്രപരമായ ചിന്തയുടെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു. വിജയകരമായ ഒരു തന്ത്രത്തിൽ നിങ്ങളുടെ സ്വന്തം ശക്തിയിൽ കളിക്കുക മാത്രമല്ല, നിങ്ങളുടെ എതിരാളിയുടെ ബലഹീനതകൾ തിരിച്ചറിയുകയും മുതലെടുക്കുകയും ചെയ്യുന്നു. 3. സജീവമായ പ്രതിരോധം. നിങ്ങളുടെ സ്വന്തം ശക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മാത്രം പോരാ എന്ന് ഉദ്ധരണിയെ വ്യാഖ്യാനിക്കാം. നിങ്ങളുടെ എതിരാളിയുടെ നീക്കങ്ങൾ മുൻകൂട്ടി കാണുകയും നിങ്ങളുടെ ബലഹീനതകൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണം. 4. സ്വയം മെച്ചപ്പെടുത്തൽ. നിങ്ങളുടെ ബലഹീനതകൾ തുടർച്ചയായി തിരിച്ചറിയുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി ഈ ഉദ്ധരണി വർത്തിക്കും. നിങ്ങളുടെ ദുർബലമായ പോയിന്റുകൾ അഭിസംബോധന ചെയ്യുന്നതിലൂടെ നിങ്ങൾ കൂടുതൽ ശക്തനായ എതിരാളിയാകുകയും മറ്റുള്ളവർക്ക് നിങ്ങളെ ചൂഷണം ചെയ്യുന്നത് ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്നു. 5. പൊരുത്തപ്പെടുത്തലിൻ്റെ പ്രാധാന്യം. ലോകം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു, അതുപോലെ നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികളും. ഈ ഉദ്ധരണിക്ക് നിങ്ങളെ പൊരുത്തപ്പെടുത്താനും കാലക്രമേണ ഉയർന്നുവന്നേക്കാവുന്ന പുതിയ ബലഹീനതകൾ തിരിച്ചറിയാനും പ്രേരിപ്പിക്കും. പഴയ ആമയും വില്ലിമുയലും. സമൃദ്ധമായ കാടിൻ്റെ ഹൃദയഭാഗത്ത് ഷെൽഡൻ എന്ന ജ്ഞാനിയായ ഒരു ആമ താമസിച്ചിരുന്നു. ഷെൽഡൻ തൻ്റെ ദയയ്ക്കും ക്ഷമയ്ക്കും പേരുകേട്ടവനായിരുന്നു, മാത്രമല്ല അവൻ്റെ വേദനാജനകമായ മന്ദതയിലും. ഒരു സുപ്രഭാതത്തിൽ തവിട്ടു നിറത്തിലുള്ള ഒരു മിന്നൽ അവനെ കടന്നുപോയി. അത് ഹെൻറി എന്ന മുയലായിരുന്നു. അവൻ്റെ ധാർഷ്ട്യത്തിനും വേഗതയ്ക്കും കുപ്രസിദ്ധനായിരുന്നു. സ്ലോപോക്ക് ഷെൽഡൻ ഹെൻറി പരിഹസിച്ചു. എന്തുകൊണ്ടാണ് നിങ്ങൾ കുറച്ച് വേരുകൾ മുളപ്പിച്ച് ഇതിനകം ഒരു മരമായി മാറാത്തത്? ഒരു പക്ഷേ ഒടുവിൽ നിങ്ങൾ യഥാർത്ഥ വനവാസികളുമായി ചേർന്നു പോയേക്കാം. പരിഹാസത്തിൽ തളരാത്ത ഷെൽഡൻ വെറുതെ പുഞ്ചിരിച്ചു. വേഗത ഒരു ശക്തിയായിരിക്കാം ഹെൻറി, പക്ഷേ അത് ഒരു ബലഹീനതയുമാകാം. ഓർക്കുക, ഗസൽ വേഗതയുള്ളതാണ്, പക്ഷേ സിംഹം തന്ത്രശാലിയാണ്. ഹെൻറി പരിഹസിച്ചു. നീയും നിന്റെ പഴഞ്ചൊല്ലുകളും. ഷെൽഡൻ. ശക്തൻ ദുർബലനെ കീഴടക്കുന്നു, അതാണ് കാടിൻ്റെ നിയമം. ആ ആഴ്ചയ്ക്ക് ശേഷം കനത്ത മഴ പെയ്തത് കാടിൻ്റെ അടിത്തട്ട് ചെളി നിറഞ്ഞ ചതുപ്പുനിലമാക്കി മാറ്റി. തൻ്റെ ശക്തമായ കാലുകളുള്ള ഹെൻറി ട്രാക്ഷൻ കണ്ടെത്താൻ കഴിയാതെ വഴുതിപ്പോകുന്നതും കണ്ടു. ഇതിനിടയിൽ ഷെൽഡൻ തൻ്റെ വിശാലവും ഉറപ്പുള്ളതുമായ പാദങ്ങളാൽ ആശ്ചര്യപ്പെടുത്തുന്ന ലാഘവത്തോടെ ചെളിയിലൂടെ ഉഴുതുമറിച്ചു. മഴവെള്ളം നിറഞ്ഞൊഴുകുന്ന ഒരു അരുവിയിൽ അയാൾ എത്തി, ഒരു പ്രവാഹം സൃഷ്ടിച്ചു. അപ്പോഴാണ് വിശന്നുവലഞ്ഞ ഒരു കൂട്ടം മുതലകൾ മൂർച്ചയുള്ള പല്ലുകൾ പുറത്തെടുത്ത് ഇരുണ്ട ആഴത്തിൽ നിന്ന് ഉയർന്നു വന്നത്. ചെളിയിൽ കുടുങ്ങി ഹെൻറി എളുപ്പമുള്ള ഇരയായി. എന്നിരുന്നാലും ഷെൽഡൻ വീണുപോയ ഒരു മരത്തടിയിലെത്തുകയും തൻ്റെ അപാരമായ ശക്തി ഉപയോഗിച്ച് അതിനെ വെള്ളത്തിലേക്ക് തള്ളിയിടുകയും ചെയ്തു. അയാൾ തടിയിൽ കയറി അരുവിക്ക് കുറുകെ തുഴഞ്ഞു. കറന്റ് അവൻ്റെ മന്ദതയിലുള്ളതും എന്നാൽ സ്ഥിരവുമായ പുരോഗതിയെ ബാധിച്ചില്ല. മറുവശത്ത് എത്തിയ ഷെൽഡൻ ഒരു ചെളി നിറഞ്ഞ കരയിൽ നിരാശനായി വിറയ്ക്കുന്ന ഹെൻറിയെ കണ്ടെത്തി. മുതലകൾ പിൻവാങ്ങി, പക്ഷേ ഹെൻറി ഒറ്റപ്പെട്ടു. ഷെൽഡൻ പിന്നിലേക്ക് ഒരു നീണ്ട മുന്തിരിവള്ളി വലിച്ചുകൊണ്ട് പിന്നിലേക്ക് നീന്തി. അവൻ ഒരു അറ്റം ഉറപ്പുള്ള ഒരു മരത്തിൽ ഉറപ്പിക്കുകയും മറ്റേ അറ്റം ഹെൻറിക്ക് എറിയുകയും ചെയ്തു. ഹെൻറി, നിങ്ങളുടെ വേഗത ഇവിടെ ഉപയോഗപ്രദമല്ലെന്ന് തോന്നുന്നു, സൗമ്യമായ പുഞ്ചിരിയോടെ ഷെൽഡൻ പറഞ്ഞു. ചിലപ്പോൾ വെല്ലുവിളികളെ തരണം ചെയ്യുന്നതിനുള്ള താക്കോൽ എതിരാളിയുടെ ബലഹീനതകൾ മാത്രമല്ല, നിങ്ങളുടെ സ്വന്തം തനായ ശക്തികളെ തിരിച്ചറിയുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നു. തൻ്റെ അനുഭവത്തിൽ വിനീതനായ ഹെൻറി ഒടുവിൽ ഷെൽഡന്റെ ജ്ഞാനം മനസ്സിലാക്കി. വേഗതയായിരുന്നില്ല എല്ലാം. ചെളിയിലെ ബലഹീനതയായി അദ്ദേഹം ഒരിക്കൽ കരുതിയിരുന്ന അവൻ്റെ ശക്തമായ കാലുകൾ മുന്തിരിവള്ളിയിൽ പിടിച്ച് കരയിലേക്ക് കയറാൻ അവനെ അനുവദിച്ചു. അന്നുമുതൽ ഹെൻറിയും ഷെൽഡനും സുഹൃത്തുക്കളായിത്തീർന്നു. അവർ പരസ്പരം ശക്തികളെ വിലമതിക്കാൻ പഠിക്കുകയും കാടിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. പ്രചോദനാത്മക പോയിന്റുകൾ. അദ്വിതീയ ശക്തികൾ. ഷെൽഡന്റെ വിശാലമായ പാദങ്ങളും ശക്തിയും പോലെ ഒറ്റനോട്ടത്തിൽ ബലഹീനതകൾ പോലെ തോന്നാവുന്ന അതുല്യമായ ശക്തികൾ എല്ലാവർക്കുമുണ്ട്. എന്നാൽ ശരിയായ വെല്ലുവിളി നേരിടുമ്പോൾ ഈ ശക്തികൾ നിങ്ങളുടെ ഏറ്റവും വലിയ ആസ്തിയായി മാറും. പൊരുത്തപ്പെടുത്തലിൻ്റെ പ്രാധാന്യം കഥ ഉയർത്തിക്കാട്ടുന്നു. ഒരു സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നത് മറ്റൊന്നിൽ പ്രവർത്തിക്കണമെന്നില്ല. അയവുള്ളവരായിരിക്കുകയും നിങ്ങളുടെ ശക്തികളെ പുതിയ വഴികളിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നത് പ്രതിബന്ധങ്ങളെ മറികടക്കുന്നതിനുള്ള താക്കോലാണ്. ടീം വർക്ക്. എതിരാളികൾക്ക് പോലും ഐക്യത്തിൽ ശക്തി കണ്ടെത്താൻ കഴിയുമെന്ന് കഥ കാണിക്കുന്നു.
പരസ്പരം കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രയോജനപ്പെടുത്തുന്നതിലൂടെ നമുക്ക് ഒറ്റയ്ക്ക് നേടാനാകാത്തതിലും കൂടുതൽ നേടാൻ കഴിയും. അണ്ടർഡോഗിനെ ഒരിക്കലും വില കുറച്ച് കാണരുത്. സാവധാനവും സ്ഥിരതയുമുള്ള ആമ അഹങ്കാരിയായ മുയലിനെ കീഴടക്കിയതുപോലെ ഒരു ബലഹീനത കാരണം ഒരാളെ ഒരിക്കലും വില കുറച്ച് കാണരുത്. അവരുടെ അതുല്യമായ ശക്തിയും സ്ഥിരോത്സാഹവും കൊണ്ട് അവർ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം. ഈ കഥ പഴഞ്ചൊല്ലിൽ ഒരു സവിശേഷ വീക്ഷണം വാഗ്ദാനം ചെയ്യുന്നു. സ്വയം അവബോധത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു. നിങ്ങളുടെ അതുല്യമായ ശക്തികൾ ഉപയോഗിക്കുന്നു, വെല്ലുവിളികളെ തരണം ചെയ്യാൻ പൊരുത്തപ്പെടുന്നു. ഓർക്കുക, എതിരാളിയുടെ ബലഹീനത മുതലെടുക്കുന്നതിൽ മാത്രമല്ല, സ്വന്തം ശക്തിയിൽ പ്രാവീണ്യം നേടുന്നതിലാണ് യഥാർത്ഥ വിജയം. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.